എന്തിന് ഇത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്നതാണല്ലോ പറയുന്നത്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിനുണ്ട്, പ്രോസിക്യൂഷനുണ്ട്. പക്ഷെ അത് അവരുടെ ഭാഗത്തു നിന്ന് അതിലും വീഴ്ച വന്നു. അത് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അങ്ങനെയുമില്ല ഒരു വീഴ്ച. ആ ഭീഷണിപ്പെടുത്തി എന്നത് എങ്ങനെ തെളിയിക്കും? അവിശ്വസിക്കുന്നതിനപ്പുറത്ത് ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതും പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും മതിയായ രേഖകളോ തെളിവുകളോ ഹാജരാക്കാൻ, പ്രത്യേകിച്ച് 8ാം പ്രതി ദിലീപിനെതിരെ ഹാജരാക്കാനോ ദിലീപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് തെളിയിക്കാനോ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ആദ്യഘട്ടത്തിൽ ജഡ്ജി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ള ഒരു കാര്യം ചോദ്യം ബാക്കിയാകുമ്പോൾ അന്നും കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല പ്രോസിക്യൂഷന് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം വിധിന്യായത്തിൽ പറയുന്നത്, ഈ പൾസർ സുനി ആ ദിവസം, അതായത് 2017 ഫെബ്രുവരി 17 ഒരു സ്ത്രീ, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ആ ദിവസം തന്നെ 6 തവണയാണ് ശ്രീലക്ഷ്മി, അതായത് ഈ ഇത് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രി 10 മണിക്ക് ശേഷം 10:30 അടുത്ത സമയത്താണ് ഈ നടിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങളും ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സമയമൊക്കെ അതാണ്. അതുമായി ബന്ധപ്പെട്ട ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കൃത്യമായ സമയം അങ്ങനെയാണ് കാണിക്കുന്നത്. അതിനു മുൻപുള്ള ഒരു 9:39 വരെയും ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് നിരന്തരം പൾസർ സുനിക്ക് ലഭിച്ചിരുന്നു. 7 തവണയോളം മെസ്സേജുകൾ വന്നിരുന്നു ആ ഒരു സമയത്ത് തന്നെ. അതുപോലെ തന്നെ 6 തവണയോളം ശ്രീലക്ഷ്മി അന്ന് തന്നെ പൾസർ സുനിയെ വിവിധ സമയങ്ങളിലായി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൃത്യം നടക്കുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ ശ്രീലക്ഷ്മി പൾസർ സുനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ശ്രീലക്ഷ്മിയെ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷി വിസ്താരം നടത്തിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം ശ്രീലക്ഷ്മിയെ ഒഴിവാക്കിയതാണ് എന്നാണ് കോടതി പറഞ്ഞു വയ്ക്കുന്നത്. അതുമാത്രമല്ല, SIT ഇതുമായി ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ ഈ പൾസർ സുനിയുടെ കോൾ ഹിസ്റ്ററിയും CDR പരിശോധിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നതും. അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ സാക്ഷിയായി രേഖപ്പെടുത്താതിരുന്നത് എന്നുള്ള ചോദ്യവും കോടതി ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ശ്രീലക്ഷ്മിക്ക് ഈ ദിലീപും പൾസർ സുനിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ക്ലൂ തരാൻ, ഒരു തുമ്പ് തരാൻ ശ്രീലക്ഷ്മിക്ക് കഴിയുമായിരുന്നില്ല എന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും തെളിവുകൾ നിരത്തുന്നതിൽ അങ്ങേയറ്റം വലിയ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവ് എന്നുള്ള ശിക്ഷ വിധിക്കുമ്പോൾ, കഠിന തടവ് എന്നുള്ള ശിക്ഷ വിധിക്കുമ്പോൾ അത് തന്നെ നേരിട്ട്, അതായത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളാണ് അവർ 6 പേരും. ഈ 6 പേർക്കല്ലാതെ മറ്റൊരാൾക്ക് ശിക്ഷ കിട്ടാനുള്ള തെളിവുകൾ, അതായത് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ 120B തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. അത് 8ാം പ്രതി, നമുക്കറിയാം ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറിയത് 2ാം ഘട്ടത്തിൽ ദിലീപിനെ പ്രതിയാക്കി 8ാം പ്രതിയാക്കി 2ാമത്തെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ 7 മുതൽ പിന്നീടുണ്ടായിരുന്ന 15 പ്രതികൾ, ഈ 15 പേരും നേരിട്ടല്ലാതെ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഗൂഢാലോചന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ആള് ദിലീപാണ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അങ്ങനെയായിരുന്നു, നടിയുടെ വാദം അങ്ങനെയായിരുന്നു. ആ ഒരു സാഹചര്യം അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല എന്നാണ്. പ്രത്യേകിച്ചും ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നുള്ള നടിയുടെ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അത് പാടെ നടിയെ അവിശ്വാസത്തിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതിക്ക് പോകേണ്ടി വന്നു എന്നുള്ളതും അത് ഈ തെളിവുകളുടെ അഭാവത്തിൽ തന്നെയാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.